മുട്ടക്രോസും മുട്ടയൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഇതുവരെയും ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ആദ്യം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാളയാട്ടോ ചേർക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് തന്നെ ചേർക്കുക. ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും മാറ്റണ്ട, ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ആട്ടോ ഞാൻ ചേർക്കുന്നത്. അതിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. അപ്പം ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല പോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് വലിയ ഷേപ്പിലൊന്നും അരിഞ്ഞ് വെക്കരുത് കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് ഈ ക്യാരറ്റും ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റിനൊന്നും അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാബേജൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. എന്നിട്ട് തീരെ അങ്ങ് കുഞ്ഞിതാക്കിയിട്ടുമില്ല, അങ്ങനെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പം ഇതങ്ങോട്ട് ഫുള്ള് ചേർക്കാം. ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഹാഫ് പോർഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ ക്യാബേജാണ്, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ. ഞാനിതൊന്ന് മിക്സാക്കി ഒന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കിട്ട് ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിലേ അങ്ങനെ ഒന്ന് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് അടച്ച് ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാബേജും ക്യാരറ്റും എല്ലാം നല്ല സൂപ്പറായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെയൊക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കണം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാര്യം ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇതുവരെയും ചേർത്തിട്ടില്ല. അപ്പം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടേ ഈ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നാലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. വളരെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ. പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വേറെ ഒന്നും കഴിക്കേണ്ട, ഇതിലൊരെണ്ണം കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി വെക്കാം. ഇനി നമുക്ക് മുട്ടയും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടേ അതിലേക്ക് ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ. അപ്പം ഞാൻ ഈ എടുത്ത ആ വെജിറ്റബിൾസിന് കണക്കായിട്ടുള്ള മുട്ടയാട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന പോലുള്ള വെജിറ്റബിൾസ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 4 മുട്ടയുടെ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾ അധികമായിട്ട് എടുക്കുന്നെങ്കിൽ മുട്ടയുടെ അളവും കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ മുട്ടയിലേക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മുടെ ക്യാബേജിൻ്റെ ആ മിക്സിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ച് എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ മിക്സും കൂടെ ക്യാബേജിൻ്റെ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ചൂടൊന്നും ആറുന്നവരെയും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ചൂടോടെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് വയറ് നിറയിൽ ഒരെണ്ണമൊക്കെ കഴിച്ചാൽ അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് കഴിക്കാത്തവർക്കൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇനിയേ. അപ്പോൾ ഇത് ഇങ്ങോട്ട് മുട്ടയുടെ മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആ മുട്ടയായിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതോടെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ പരിപാടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെച്ച അതേ ഫ്രൈങ് പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ മിക്സേ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ആദ്യത്തെ മിക്സ് ഒഴിച്ചപ്പോഴത്തേനും വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ പോസ് ആയിട്ടിരിക്കുമായിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് രണ്ടാമത്തതാണ് ഒഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ മുട്ടയുടെ മിക്സൊക്കെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ശരി ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി വെക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ആ മുട്ടയുടെ മിക്സ് മൊത്തം വേണമെങ്കിൽ ഒരുമിച്ച് ഒഴിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു വശം ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കീറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്കങ്ങ് എടുക്കാം. ഇനി അടുത്ത ഒരെണ്ണം കൂടെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടാട്ടോ വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ മിക്സിൽ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഷേപ്പാക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി നിങ്ങൾക്ക് നല്ല ചെറുതായിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഒരു പാനിൽ തന്നെ 2-3 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം വലുതായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടേ നമുക്കിതൊന്ന് അടച്ചു വെച്ചും കൂടെ വേവിച്ച് നോക്കാം കേട്ടോ. അപ്പോഴും പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ ദാണ്ട ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ദാണ്ട മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ? അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ കേട്ടോ.